ഹലോ, നമ്മൾ ഇന്നിവിടെ ഇത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗംഗയുടെ ഒലിവിയ ഡബിൾ നിറ്റിയാനാണ്. അക്രിലിക് യാണാണിത്. നമ്മൾ ഉപയോഗിക്കുന്ന ഹുക്ക് എന്ന് പറയുന്നത് 3.5 mm ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അക്രിലിക് യാണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോട്ടൺ യാണോ ഏത് യാൺ വെച്ചിട്ടായാലും ഇത് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് മാജിക് റിങ് ചെയ്യുക. മാജിക് റിങ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വിരലിന് ചുറ്റും 2 വിരലിന് ചുറ്റും എക്സ് രീതിയിൽ മടക്കി ചുറ്റിയിട്ട് പുള്ള് ചെയ്തെടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചെയിൻ ഒരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി, മാജിക് റിംഗ് ആയി. മാജിക് റിംഗ് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് റോയിൽ ചെയ്യേണ്ടത് മാജിക് റിങ്ങിലേക്ക് നമ്മൾക്ക് 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാം സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ആദ്യത്തെ റോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ട് പോവാം. അങ്ങനെ നമുക്ക് ഇവിടെ 6 സിംഗിൾ ക്രോഷ്യാണ് ആദ്യത്തെ റോയിൽ ചെയ്യേണ്ടത്. 3 4 5 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷ് ചെയ്തു. വലിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യരുത്. ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാതെ നിങ്ങൾ കുറച്ച് ലൂസാക്കി വയ്ക്കുക. കാരണം നമുക്ക് അടുത്ത റോയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ടൈറ്റ് ആക്കാം. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ഈ റോയിൽ എല്ലാ സ്റ്റിച്ചിലും ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തു, രണ്ടാമത്തെ സ്റ്റിച്ചിട്ട് സ്റ്റിച്ച് മാർക്കർ കൊടുത്തു. ഇനി നമ്മൾ ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ് വീതം, അതായത് ഓരോ സ്റ്റിച്ചിലും ഇൻക്രീസ് ആണ് നമ്മൾ ഈ റോയിൽ ചെയ്യേണ്ടത്. ഇത് അക്രിലിക് യാണ് ആയതുകൊണ്ടാണ് വലിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അമിഗുരുമി ആയതുകൊണ്ട് നമ്മൾ ടൈറ്റ് സ്റ്റിച്ചുകളുമാണ് ചെയ്യുന്നത്. ഈ റോ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചുകളാണ് വേണ്ടത്. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. അക്രിലിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും. 1 2 3 4 5 6 7 8 9 10 11 12 സ്റ്റിച്ചുകളാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. 12 സ്റ്റിച്ചുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കണം എന്തുകൊണ്ടാണ് 12 സ്റ്റിച്ച് ഇല്ലാതെന്നുള്ളത് കേട്ടോ. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നടുക്കത്തെ ഈ യാൺ പുള്ള് ചെയ്തിട്ട് മാജിക് റിംഗ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഇനി തേർഡ് റോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്രീസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ്, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണം. ഒരു സിംഗിൾ ക്രോഷ്യയും ഇൻക്രീസും അത് 6 തവണ റിപ്പീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആ റോയിൽ 18 സ്റ്റിച്ചുകൾ വേണം. ഞാനപ്പോൾ 18 സ്റ്റിച്ചുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, അങ്ങനെയാണ് ഇത് ഫുൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ടത് 18 സ്റ്റിച്ചുകളാണ്. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക 18 സ്റ്റിച്ചുകൾ ഉണ്ടോ എന്നുള്ളത്. അടുത്ത 4ാമത്തെയും 5ാമത്തെയും റോയിൽ നമ്മൾ ഇപ്പോൾ 18 സിംഗിൾ ക്രോഷ്യ ഉണ്ടെന്ന് പറയില്ലേ, ആ 18 സിംഗിൾ ക്രോഷ്യ ഓരോന്നിലും ഓരോന്ന് വീതം, ഇൻക്രീസ് ഒന്നുമില്ല, ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം 2 റോയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 4ാമത്തെ റോയും 5ാമത്തെ റോയിലും കംപ്ലീറ്റ് സിംഗിൾ ക്രോഷ്യ മാത്രം. അപ്പോൾ 2 റോയിലും ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യ വീതമാണ് വേണ്ടത്. അപ്പം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ആ റോ കംപ്ലീറ്റ് ചെയ്തു, 5 റോ വരെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 6ാമത്തെ റോ ചെയ്യാൻ വേണം. 6ാമത്തെ റോയിൽ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, അങ്ങനെ നമ്മൾ 6 തവണ വേണം ചെയ്യാൻ. ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, അങ്ങനെ 6 തവണ അത് ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, അങ്ങനെ 6 പ്രാവശ്യം ചെയ്യണം. ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, 2 തവണ കഴിഞ്ഞു. ഞാൻ 6 തവണ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ 6 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കറിലേക്ക് കുറച്ച് സ്റ്റിച്ചുകൾ ബാക്കിയുണ്ടാവും. ടോട്ടൽ 6 എണ്ണം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ സെറ്റ് എന്താ ചെയ്തേ, ഒരു സിംഗിൾ ക്രോഷ്യം ഇൻക്രീസിൻ്റെ 6 സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 6 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം. ഓക്കെ,
ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഏഴാമത്തെ റോ ചെയ്യാണ്. ഏഴാമത്തെ റോ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, അതുപോലത്തെ 6 സെറ്റ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആദ്യത്തെ 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്. ഓക്കെ, അത് 6 പ്രാവശ്യം. ആദ്യത്തെ 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ 6 സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ 2 സെറ്റ് ചെയ്തു, ഇനി 6 സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ ആ സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിൻ്റെ 6 സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. ബാലൻസ് നിങ്ങൾക്ക് 6 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. 2, 3, 4, 5, 6. ഓക്കെ, നിങ്ങൾക്ക് വരേണ്ട ഷേപ്പ് ഇതാണ്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കുറച്ച് പുറത്തേക്ക് തള്ളി വേണം ഇരിക്കാനായിട്ട്, എന്നാലും അത് കറക്റ്റ് ആയിട്ടുള്ളൂ. ഇനി അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത്, 8ാമത്തെ റോയിൽ ചെയ്യേണ്ടത് ആദ്യത്തെ 6 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം. അപ്പോൾ അതായത് ടോട്ടൽ 6 സിംഗിൾ ക്രോഷ്യ ആദ്യം ചെയ്യുക. 1, 2, 3, 4, 5, 6. 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത 6 സെറ്റ് ഇങ്ങനെ ചെയ്യേണ്ടത് ഒരു ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ്. ഇങ്ങനത്തെ 6 സെറ്റ് നമ്മൾ ചെയ്യണം. ഒരു സെറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ സെറ്റ് ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്, ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. ഇങ്ങനത്തെ 6 സെറ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 6 സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത 12 സ്റ്റിച്ചുകൾ ബാക്കിയുണ്ടാവും. ആ 12 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പം അങ്ങനെ നമ്മുടെ റോ 8 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റോ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 36 സ്റ്റിച്ചുകളാണ് വേണ്ടത്. ഇനി അടുത്ത 9ാമത്തെ റോയിൽ നമ്മൾ ഫുൾ ചെയ്യേണ്ടത് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം. ടോട്ടൽ അപ്പോൾ 36 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. ഈ റോ ഫുൾ എന്ത് ചെയ്യണം? ഓരോ സിംഗിൾ ക്രോഷ്യ വീതം വേണം ചെയ്യാനായിട്ട്. ഞാനപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യുക. എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ 9ാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തു. 10ാമത്തെ റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ 12 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യത്തെ 12 എണ്ണത്തിൽ കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 6 ചെയിൻ ചെയ്യണം. 1, ഭയങ്കര ലൂസായി പോകാതിരിക്കാൻ നോക്കണേ. 2, 3, 4, 5, 6. 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 6 ചെയിൻസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ 6 സ്റ്റിച്ചുകൾ സ്കിപ്പ് ചെയ്യുക. 1, 2, 3, 4, 5, 6. 6 സ്കിപ്പ് ചെയ്തിട്ട് 7ാമത്തത് മുതൽ ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ജോയിൻ ചെയ്ത് കണ്ടോ, ജോയിൻ ചെയ്തതുപോലെ 18 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വേറൊന്നുമില്ല, 6 ചേഞ്ച് ചെയ്യുക, 6 സ്റ്റിച്ചുകൾ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ബാക്കി 18 സിംഗിൾ ക്രോഷ്യ. ഞാൻ അപ്പോൾ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇനി നമ്മുടെ 11ാമത്തെ റോയാണ്. 11ാമത്തെ റോയിൽ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇവിടെ വരുമ്പോൾ നമ്മൾ നോർമൽ ചെയിൻസിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യില്ലേ, അതേ രീതിയിൽ തന്നെ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ റോ ഫുൾ 36 സ്റ്റിച്ച് ഉണ്ടാവും ടോട്ടൽ. 36 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യും. ഞാൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. നമ്മളങ്ങനെ ചെയിൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ ചെയിനിൽ കൂടി, നമ്മൾ നോർമലി ചെയ്യാറില്ല ചെയിനിൽ എങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് ലൂപ്പിൽ കൂടി ആയാലും ചെയ്യാം. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നമ്മുടെ നോർമൽ സ്റ്റിച്ചിൽ കൂടി തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്.
നിങ്ങൾ അക്രലിക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ടൈറ്റ് ടെൻഷനിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ച് കണ്ടുപിടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് സ്റ്റിച്ച് ഇൻസേർട്ട് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് സെൻറ്ററിൽ കൂടെ ഒന്ന് നന്നായിട്ട് പുള്ള് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ടോട്ടൽ നമ്മൾ 6 ചെയിൻ്റെ മുകളിൽ 6 സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇനി ബാക്കി ഫുൾ നമ്മുടെ നോർമൽ പോലെ തന്നെ നോർമൽ സിംഗിൾ ക്രോഷ്യ ചെയ്ത് നമുക്ക് ആ റോ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ആ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐസ് ആഡ് ചെയ്യാനാണ്. ഞാൻ ഏറ്റവും ചെറിയ സൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 mm നിങ്ങളുടെ യാൺ ഉപയോഗിക്കുന്നതനുസരിച്ച് ഏറ്റവും ചെറിയ കണ്ണ് മതിയാവും. നിങ്ങൾ സേഫ്റ്റി ഐസ് എടുക്കുക. എന്നിട്ട് 5th റോയിൻ്റെ 6th റോയിൻ്റെ നിങ്ങൾക്ക് എവിടെയാണോ സൂറ്റബിൾ ആയിട്ട് തോന്നുന്നത്, എനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയത് 5th റോയിൻ്റെ 6th റോയിൻ്റെ ഇടയിലാണ്. അപ്പോൾ 1 2 3 4 5 6. ഓക്കെ, 5th റോയിൻ്റെയും 6th റോയിൻ്റെയും ഇടയിൽ നിങ്ങൾ നോക്കണം. ഇവിടെ സെൻറ്റർ തന്നെ നോക്കണം. കാരണം ഇവിടെ നമുക്ക് ഈ ബാക്ക് സൈഡ് ഉണ്ട്. ഈ ബാക്ക് സൈഡിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഓപ്പോസിറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു 2 വശത്തും വരുന്ന രീതിയിൽ. ഓക്കെ, റോസ് ഒന്നും കൂടി ഞാൻ കൗണ്ട് ചെയ്ത് നോക്കട്ടെ കറക്റ്റ് ആണോ എന്ന്. 1 2 3 4 5 6. ഓക്കെ, 5th റോയിൻ്റെയും 6th റോയിൻ്റെയും ഇടയിൽ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഒരു 3 സ്റ്റിച്ചിൻ്റെ എങ്കിലും ഗ്യാപ്പ് കൊടുക്കുക. 1 2 3. ഞാനൊരു 4 സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് കൊടുക്കുകയാണ്. എന്നാലും അത് കറക്റ്റ് ബാക്കിലായിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, 4 സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമുക്ക് ലുക്ക് വരുന്നത്. ഇത് ടെയിലിനുള്ള ഭാഗമാണ്. അപ്പോൾ ടെയിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സേഫ്റ്റി ഐസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ലോക്കും കൂടി ബാക്കിൽ ഇട്ട് കൊടുക്കുക. സേഫ്റ്റി ഐസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളിത് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉരുക്കിയിട്ട് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ അതിന് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ പ്രസ് ചെയ്തത് കുറച്ച് ടൈറ്റായി പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉള്ളിലേക്ക് ബൾജ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റഫിങ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇനി മുതൽ നമ്മൾ ഡിക്രീസിൻ്റെ റോകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്ത റോ മുതൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റോ 12 ആണ്. 12th റോയിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തു. 12th റോയിൽ ആദ്യത്തെ 4 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. ആദ്യത്തെ 4 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 5ാമത്തെയും 6ാമത്തെ സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് നമ്മൾ ഡിക്രീസ് എങ്ങനെയാണ് അമിതൊരുമിക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡിക്രീസ് ചെയ്തു. ഇനി അടുത്തതുപോലെ തന്നെ ആദ്യത്തെ 4 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം എടുത്താണ് നമ്മൾ ഡിക്രീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ നമുക്കിത് ഫുൾ 4 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റോ ചെയ്യേണ്ടത് ആദ്യത്തെ 3 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 4ാമത്തെ സ്റ്റിച്ചിൽ ഡിക്രീസ്. അപ്പോൾ 1 2 3 ഓരോ സിംഗിൾ ക്രോഷ്യ, സ്റ്റിച്ച് മാർക്കർ ഇടാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് 4ാമത്തെ സ്റ്റിച്ചിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് എന്നുള്ള രീതിയിൽ ഈ റോ ഫുൾ നമ്മൾ ചെയ്യണം. നമ്മളങ്ങനെ ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, അടുത്തത് ഡിക്രീസ്. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ
സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തതിൽ ഡിക്രീസ്. ഇതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. 2 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ് എന്നുള്ള രീതിയിൽ ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിനി ടെയിലിൻ്റെ പോർഷൻ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഹുക്ക് ഒരു സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, യാൺ അറ്റാച്ച് ചെയ്യുക, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ 12 സ്റ്റിച്ചുകളിൽ ഇവിടെ 6 ഇവിടെ 6 12 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആണും കൂടി ചേർത്ത് വെച്ചിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. 2 വശത്തും 6 വീതം. ഞാൻ ഈ ആണ് അത്യാവശ്യം നീളം തരുന്നത്, ഇവിടെ കട്ട് ചെയ്യാണ്. ഒരു 3-4 സ്റ്റിച്ചിൽ നിങ്ങൾ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സ്യൂ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞ സൈഡിൽ നിങ്ങളൊന്നും ചെയ്യരുത്, നേരെ തിരിക്കുക. ഇവിടത്തെയും കൂടി 6 ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. അത് ചിലപ്പോൾ ചെയ്യാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നമുക്ക് ചെറിയ സ്പേസ് അല്ലേ ഉള്ളൂ, നമുക്ക് കൈ പിടിക്കാൻ അധികം സ്പേസ് ഉണ്ടാവില്ല. 3 4 5 6 6 ചെയ്യുക. ഇവിടെ ഈ 6 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ 2 സ്റ്റിച്ചിൽ ഇവിടെ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡിക്രീസ്, പിന്നെ 2 സിംഗിൾ ക്രോഷ്യ. അത് 2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. പറഞ്ഞതുപോലെ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ ഡിക്രീസ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെയും അടുത്ത 2 സ്റ്റിച്ചിൽ എന്ത് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആവും. 1 2. ഇനി താഴത്തെ പോർഷൻ എടുക്കുക. താഴത്തെ പോർഷനിലും അതുപോലെ തന്നെ ഞാനിവിടെ താഴത്തേൽ മാത്രമേ ഇൻസേർട്ട് ചെയ്യണുള്ളൂ കേട്ടോ. 2 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ, 2 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ. 1 2. അത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അത് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത റോയിൽ ചെയ്യേണ്ടത് 10 സ്റ്റിച്ചിലും, 10 സ്റ്റിച്ചാണ് ടോട്ടൽ, 10 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം.
10 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ജസ്റ്റ് റൗണ്ടിൽ ഫുൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റോയിൽ ചെയ്യേണ്ടത് ആദ്യത്തെ 3 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ്, അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ 8 സ്റ്റിച്ചുകൾ ഉണ്ടാവും. അപ്പം ഞാൻ അത്രയും ചെയ്തിട്ട് തിരിച്ചു വരാം. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് കേട്ടോ. അപ്പം ടോട്ടൽ 8 സ്റ്റിച്ചുകളാണ് ബാലൻസ് വേണ്ടത്. 3 സിംഗിൾ ക്രോഷ്യ, അടുത്തത് ഒരു ഡിക്രീസ് ചെയ്യണം. നിങ്ങൾ കോട്ടണിയാണ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് കാണാൻ പറ്റും. അപ്പം ഞാൻ അപ്പുറത്തെ വശത്തും കൂടി ഫ്രണ്ട് സൈഡിൽ കഴിഞ്ഞ് ഇനി ബാക്ക് സൈഡിലും കൂടി 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ടിൽ 4 സ്റ്റിച്ച് ഉണ്ടാവും, ബാക്കിൽ 4 സ്റ്റിച്ച് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 8 സ്റ്റിച്ചുകളാണ് ഉണ്ടാവുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഇനി ഒരു ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഈ സ്റ്റിച്ചുകളുടെ മുകളിൽ കൂടെ, അതായത് ഫ്രണ്ടിലും ബാക്കിലും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചുകൾ ചെയ്യാം. വേറെ ഒന്നുമില്ല, ഇവിടുത്തെ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, ഇവിടത്തേലും ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ടൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യാണ വെച്ചിട്ട് നിങ്ങൾക്ക് സ്യൂ ചെയ്താലും മതിയാവും. ഓക്കെ, ജസ്റ്റ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് അത് ഫുൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. യാൺ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സ്യൂ ചെയ്ത് ഇവിടെ കയറ്റാനുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റഫിങ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ടെയിൽ വരെ കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റഫിങ് ആഡ് ചെയ്യണം. സ്റ്റഫിങ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോളിഫില്ലോ സ്റ്റഫിങ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത് പോളിഫില്ലാണ്. അപ്പോൾ പോളിഫില്ല് നമുക്ക് സ്റ്റഫിങ് ആയിട്ട് അപ്പോൾ ഈ ഭാഗത്തേക്ക് ടെയിലിൻ്റെ ഭാഗത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. ഹെഡിൻ്റെ ഭാഗത്തും സ്റ്റഫിങ് വേണം. ഹെഡിൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. സ്റ്റഫ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഷേപ്പ് വരുന്നത്. ആ ടെയിലിൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ട് കയറ്റി നമുക്ക് വേണ്ട ഷേപ്പിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റോ ബാലൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് 2 റോയും കൂടിയാണ് ഇവിടെ ചെയ്യാനുള്ളത്. ആദ്യത്തെ റോയിൽ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് യാൺ അറ്റാച്ച് ചെയ്യാം. യാൺ അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, കളർ ഇതെല്ലാം കൂടി വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക, പുള്ള് ചെയ്തിട്ട് ഇനി യാൺ ഓവർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യേണ്ട യാണില്ലേ, അറ്റാച്ച് ചെയ്യേണ്ട യാൺ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അറ്റാച്ച് ചെയ്തു.
ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഡിക്രീസ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ ഡിക്രീസ്. അങ്ങനെ നമുക്ക് ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് റോ നമ്മൾ ചെയ്യാൻ പോകും. ലാസ്റ്റ് റോയിൽ എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡിക്രീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ടോട്ടൽ നമ്മൾ 6 ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. എല്ലാത്തിലും ഓരോ ഡിക്രീസ് ഇടും. അങ്ങനെ ടോട്ടൽ 6 ഡിക്രീസ്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 6 സ്റ്റിച്ചുകളായിരിക്കും ബാലൻസ് ഉണ്ടാവുന്നത്. ഇനി നിങ്ങൾക്ക് അതിന് മുന്നേ എന്തെങ്കിലും സ്റ്റഫിങ് ഇനിയും കൂടുതൽ ആഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് 6 എണ്ണം ആക്കിയിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ 6 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് നമുക്കിനി 6 സ്റ്റിച്ചുകളാണ് ഇവിടെ ടോട്ടൽ ഉള്ളത്. നമുക്കിനി യാൺ അത്യാവശ്യം നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം. ഫാസ്റ്റൺ ഓഫ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ ഫൈബർ ഫില്ല് ആഡ് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഇനി നമ്മളിത് ഹോള് ക്ലോസ് ചെയ്യാനായിട്ട് നീഡിലിൽ കോർത്തിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോർത്ത് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ അത് ക്ലോസ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടെ സ്യൂ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് സ്യൂ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് യാൺ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഇവിടുത്തെ യാണും ഈ ടെയിലിൻ്റെ ഭാഗത്തിൻ്റെ ഉള്ള യാണും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് സ്യൂ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് വിങ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തത് നമ്മളിതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വിങ്സ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചെയിൻ 10 ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 ചെയിൻസ് ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക. അടുത്ത 4 സ്റ്റിച്ചിലേക്ക് ഓരോ ഡബിൾ ക്രോഷ് വീതം ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക. എന്നിട്ട്
ഒരു ചെയിൻ 2, എന്നിട്ട് സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ, സെയിം ആ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഹോള് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിക്കോളും. ഇനി നമ്മൾ ഇപ്പുറത്തെ വശത്താണ് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പുറത്തെ വശത്ത് വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യം, ഇനി അടുത്ത 4 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യം നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തന്നെ റിവേഴ്സ്. ടു 3 4. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യം, ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യം, ഇനി ലാസ്റ്റത്തെ എൻഡിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അത്യാവശ്യം നല്ല നീളത്തിൽ യാൺ കട്ട് ചെയ്യുക, നമുക്ക് തുന്നി ചേർക്കാനുള്ളതാണ്. ഓക്കെ, ഇനി തുന്നുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് യാൺ ഫാസ്റ്റ് ആൻഡ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിങ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി സൂചിയിൽ നൂല് കോർക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ വശത്ത് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്ത് നമുക്ക് ഈ ബാക്കിലുള്ള ഈ യാൺ കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ എന്തായാലും സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ബാക്കിലേക്ക് വിങ്സ് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ വയ്ക്കുന്നത്. കണ്ടോ, വിങ്സ് ബാക്കിലെ ടെയിലിൻ്റെ അങ്ങോട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് സ്യൂ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഈ ജോയിൻസിൽ കൂടി ഒന്ന് സ്യൂ ചെയ്ത് കൊടുത്താൽ മതിയാവും, സൈഡിലുള്ള സ്റ്റിച്ചുകളിൽ കൂടെ. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്കാണ് ഇവിടെ നമ്മളെടുത്തു, അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ സ്റ്റിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റിച്ചിലും സ്യൂ ചെയ്തായാലും എടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്താലും ഇത് സെക്യൂർ ആയിരിക്കും. ഭയങ്കര ടൈറ്റായി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം, കാരണം ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വശത്തും. ഇനി നമ്മൾ ജസ്റ്റ് ഈ യാൺ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് താഴോട്ട് തുന്നി കൊടുത്താൽ മതി. ഭയങ്കര ടൈറ്റായി ആക്കരുത്. ഭയങ്കര ടൈറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭംഗിയിലിരിക്കില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്യൂ ചെയ്ത് സെക്യൂർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് യാണിത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് ചുണ്ടാണ്. ചുണ്ട് ചെയ്യാൻ വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്കൊരു ചെയിൻ 2 ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ് ചെയ്താൽ മതി. അതും കൂടി എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൽ ഞാനിവിടെ കോട്ടൺ യാണാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ യാൺ എടുത്തുകൊണ്ട് ഞാൻ ഹുക്കും മാറ്റി 2.5 ആക്കി. ജസ്റ്റ് വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ചെയിൻ 2 ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തതിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടും. അതാണ് നമ്മൾ ഹുക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ചെയിൻ 1 ചെയ്തിട്ട് അത്യാവശ്യം നീളത്തിലെടുത്ത് യാൺ കട്ട് ചെയ്യുകയാണ്. ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ചുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂചിയിൽ കോർത്തിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ 6ഉം 7ഉം
6ഉം 7ഉം ആ 2 റോയുടെ സെൻറ്ററിലായിട്ടാണ് വയ്ക്കുന്നത്. ഓക്കെ, വേറൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അവിടെ അവിടെ നിന്ന് ജസ്റ്റ് തുന്നി കൊടുത്തു. അവിടെ അങ്ങനെ തുന്നി കൊടുത്താൽ തന്നെ അവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ഇപ്പുറത്തെ വശം കൂടി അതുപോലെ ചെയ്താൽ മതിയാവും. കണ്ടോ, ഇപ്പോഴാണ് അതിന് ആ ലുക്ക് വന്നത്. കണ്ടോ, ഇനി നമുക്കിത് ജസ്റ്റ് സെക്യൂർ ചെയ്യാനായിട്ട് ബാക്കിലേക്കൊന്ന് കോർത്തെടുത്താൽ മതി. നമുക്ക് സെക്യൂർ ആക്കി വയ്ക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തെ യാണും കൂടി ഞാൻ കോർത്തെടുക്കുകയാണ്. നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, കണ്ടോ, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ബ്ലഷൊക്കെ ആഡ് ചെയ്ത് ഭംഗിയിൽ കൊടുക്കാം. ഈ ആണ് നിങ്ങൾക്ക് ഒന്നും കൂടി സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ടൈ ചെയ്തിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റി വയ്ക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷോ പീസായിട്ടാണ് നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഇത് മതിയാവും. പക്ഷേ കുട്ടികൾക്ക് കളിക്കാനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തുന്നിയിട്ട് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ വലിച്ചാൽ അപ്പം തന്നെ പോരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഈ ആണിനെ കയറ്റി സെക്യൂറാക്കി വയ്ക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് യാൺ ഇവിടെ ഒന്ന് ജസ്റ്റ് പുറത്ത് വെച്ച് സെക്യൂറാക്കി അങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ കുറച്ച് പീസ് യാണുകൾ ഉണ്ടാവുമല്ലോ, ആ യാൺ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നിയിട്ട് ഒരു ഹെയർ പോലെ ഒന്ന് സെറ്റ് ചെയ്തായാലും കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി അതിനൊരു ബ്യൂട്ടി ഉണ്ടാവാനായിട്ട് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ബേർഡ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പാറ്റേൺ പഠിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിട്ടേൺ പാറ്റേൺ നമ്മുടെ മിസ്റ്ററി പാറ്റേൺ ചലഞ്ചിൻ്റെ 6ാമത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, വർക്ക് ചെയ്തിട്ട് എനിക്ക് പിക്ക് അയച്ചു തരാം. ബൈ.